നമ്മൾ പരിസ്ഥിതിയെ പറ്റിയിട്ട് എപ്പോൾ സംസാരിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടാ കേരളത്തിൽ പൊതു ചർച്ചകൾ മുഴുവൻ നടക്കാറില്ല. ഇപ്പോൾ വലിയ ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത്, വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ വലിയ ചൂടുണ്ടാകുന്ന സമയത്തൊക്കെ സീസണലായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് പരിസ്ഥിതി വിഷയങ്ങൾ നമ്മളെപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത്. മീഡിയ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, ഭരണകൂടം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതല്ലാത്ത മനുഷ്യരാണ് ഇതിങ്ങനെ നിരന്തരം പറയുകയും ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞൊരു 10 വർഷത്തെ കേരളത്തിന്റെ പൊതുമാറ്റം, കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എടുത്താൽ ഈ അതിതീവ്രമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, മഴയായിട്ടും ചൂടായിട്ടും ഉഷ്ണതരംഗങ്ങളായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഡയറക്റ്റ് മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ആയിരുന്നില്ല കേരളത്തിന്റെ ഒരു ഒക്കേഷണലി ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആവുകയും ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത് ഇതിനൊരു സ്ഥിര സംവിധാനമായിട്ട് മാറിയേക്കാം എന്നുള്ളതും രീതിയിലുമാണ്. നമ്മൾ ഈ നേരത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിരുന്ന ഒരു റിയാലിറ്റിയിലേക്കാണ് ഇപ്പൊ കേരളം എത്തിയത്. ഇത് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്, ഡയറക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഏതൊക്കെ ലെയറുകളിലാണ് നമ്മൾ ആ ഒരു അവബോധത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടത്? ഇതൊരു ലാർജർ സ്കെയിലാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമുക്ക് അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് വരാൻ തോന്നുന്നു. എങ്ങനെയാണ് നമ്മളുടെ അപ്രോച്ച്, ഭരണതലത്തില്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ, മനുഷ്യരുടെ, മാധ്യമങ്ങളുടെ ഒക്കെ അപ്രോച്ചിൽ എങ്ങനെയൊക്കെയാണ് മാറ്റം വരേണ്ടതെന്നാണ് വിചാരിക്കുന്നത്? നമ്മളിത് വളരെ സ്പെസിഫിക്കലി കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ പറയാം. കാരണം നമ്മൾ മാറ്റി പറഞ്ഞിട്ട് നാഷണലൊക്കെ നോക്കുന്നതിൽ കാര്യമുണ്ട്. ഇതേപോലത്തെ ഇമ്പാക്റ്റ് ഒക്കെ ഹിമാലയൻ റീജിയൻസിലൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് ആൾക്കാരുടെ മനസ്സിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാലത്ത് കേരളം വ്യത്യസ്തമാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടിരുന്നത്. കേരളം മലയോര മേഖലയാണ്, കേരളത്തിന് നെൽവയലുകളൊക്കെ ഉണ്ട്, കേരളത്തിൽ ഒരുപാട് പുഴകളുടെ, ഇത്ര ചെറിയൊരു ഏരിയയിൽ തന്നെ പുഴകൾ ഇത്രയുമുള്ള ഒരു പ്രദേശമാണ്. അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പിന്നെ പറയാൻ തുടങ്ങിയതാണല്ലോ. അപ്പൊ അതിനു മുമ്പ് തന്നെ ആ ഒരു ഫീൽ സ്റ്റേറ്റിനെ കുറിച്ച് എപ്പോഴും ആൾക്കാർക്കുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മാനേജ്മെന്റ്, കാടുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട്, പച്ചപ്പുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ കേരളത്തെ കാണുന്നത് എങ്ങനെയാണ്? നമ്മളിവിടുന്ന് ഞാൻ കുറെ കാലം ഞാൻ പഠിച്ചു വളർന്നതൊക്കെ മദ്രാസിലാണ്. മദ്രാസിൽ നമ്മൾ വളർന്ന് വരുമ്പോഴത്തേക്കും തിരിച്ച് കേരളത്തിൽ വന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. എത്തണം. അപ്പോൾ ഈ പച്ചപ്പിലേക്കാണ് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഈ വെള്ളം എന്ന് പറഞ്ഞ കാര്യത്തിലേക്കാണ് തിരിച്ചു വരുന്നത്. അവിടെ വരുമ്പോഴത്തേക്കും കുറെ കണ്ടാമിനേറ്റഡ് വാട്ടറും അഴുക്ക വെള്ളവും, നമുക്ക് അങ്ങനെ ഒരു ഫീലും. ഇവിടെ അതല്ല, എല്ലാം പ്യുവർ ആണ് എന്നുള്ളത് ഒരു കാലം ഉണ്ടായിരുന്നു. ശരിക്കും നൊസ്റ്റാൾജിക് ആയിട്ട് സംസാരിക്കുന്നതല്ല, പക്ഷെ അതൊരു റിയാലിറ്റി ആയിരുന്നു. അതിൽ നിന്ന് ശരിക്കും ഒരു മേജർ ചേഞ്ച് ഒരു 10-20 വർഷം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ ഒരു ആസ്പിറേഷൻസിൽ നിന്നും ഉണ്ടാവുന്നതാവാം. കേരളത്തിലെ മനുഷ്യരുടെ തന്നെ ആസ്പിറേഷൻസ് വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റുന്ന പറഞ്ഞാൽ വിഭവങ്ങളുടെ ഉപയോഗവും വല്ലാതെ കൂടിയിട്ടുണ്ട്. നീഡ്സ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. നീഡ്സ് ആണോ എന്ന് അറിഞ്ഞുകൂടാ, ചിലതൊക്കെ നീഡ്സ് തന്നെ ആവണമെന്നില്ല, ലക്ഷറി തന്നെയാണ്. പക്ഷെ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസസ് വരാം. ഇപ്പൊ ഗൾഫിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് വരാം, നമ്മൾ അമേരിക്കയിലും കാനഡയിലൊക്കെ പോയി ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വരാം. അപ്പോൾ ഇവിടെ നമ്മൾ വിഭവങ്ങൾ വല്ലാതെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പണ്ടൊക്കെ ചെറിയ വീടുകളിലും സമാധാനമായിട്ടൊക്കെ ജീവിച്ചിരുന്ന പിന്നെ വലിയ വീടുകളും എല്ലാവർക്കും അങ്ങനെ വേണം എന്നുള്ളതും ഒക്കെ ആയി. അപ്പോൾ നമുക്ക് ആദ്യകാലങ്ങളിലൊക്കെ പുഴമണലാണ് അതിൻ്റെ ഒരു പ്രധാന സോഴ്സ്. അതായത് നമ്മളൊക്കെ സിമെന്റും ഇതൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷേ ഒരു കാലത്തെ വീട്, ഇപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന വീട് വരെ ഞാൻ പറഞ്ഞില്ലേ 100 ചില്ലാനും വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷെ ഈ വീട് കെട്ടിയിട്ടുള്ളത് മൊത്തം ചുണ്ണാമ്പ് വെച്ചിട്ടാണ്. ചുണ്ണാമ്പും മണലുണ്ട്, ചുണ്ണാമ്പുണ്ട്, പക്ഷേ സിമെന്റ് ഇല്ല. പിന്നെ ബ്രിക്സ് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിരുന്നതിൽ നിന്നും പിന്നെ മാറി നമുക്ക് റിസോഴ്സസിന്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ ക്വാറിയിങ് വരുന്നു, സാൻഡ് മൈനിങ് വരുന്നു, പിന്നെ സാൻഡിന്റെ റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ റോക്ക് തന്നെ മൈനിങ്ങിനായിട്ട് പോകുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് നടന്നിട്ടുള്ള ഒരു 10-15 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള ഇന്റർവെൻഷൻസ് അത്തരത്തിൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് അത് എല്ലാ പ്രദേശങ്ങളെയും അങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മലയോര മേഖലയുണ്ട്, കാടുണ്ട്, അവിടെ ഒരുപാട് ഇന്റർവെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്, കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മലയോര ഒരു പ്രദേശമുണ്ട്, ഒരു മിഡ്ലാൻഡ് അല്ലെങ്കിൽ അപ്പർ മിഡ്ലാൻഡ് ഹിൽസ് ഉണ്ട്, അവിടെ ഒരുപാട് ലാറ്ററൈറ്റ് മൈനിങ്ങും ക്വാറിയിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് ബിൽഡിങ്സും വീടുകളും അവിടുത്തെ പ്രകൃതിക്ക് ചേരാൻ പറ്റാത്ത രീതിയിലുള്ള കെട്ടുന്നതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. താഴോട്ട് വരുമ്പോൾ നെൽവയലുകളുടെ കാര്യം, ഒരു 50 വർഷം കൊണ്ട് 8.2 ലക്ഷം ഹെക്ടർ വയലിൽ നിന്ന് നേരെ 1.76 ലക്ഷം ഹെക്ടർ, ഓൾമോസ്റ്റ് 1/5 മാത്രമേ ഉള്ളൂ. ഇതൊക്കെ വെള്ളം പിടിച്ചിരുന്ന സ്ഥലങ്ങളാണ്. വെമ്പനാട് കായലെടുക്കുക, ഏത് കായലും
അതിന്റെ വിസ്തൃതി കുറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. വിസ്തൃതിയെക്കാളും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഡെപ്തിനേക്കാളും അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതിന് ഒഴുക്കില്ലാതായിരുന്നതാണ്. കടലിലേക്ക് ഒഴുകി പോകാനതിന് മുമ്പ് വെള്ളം ഹോൾഡ് ചെയ്തിരുന്ന ചില വിധാനങ്ങളാണ്. അതെല്ലാം അങ്ങ് ഫില്ലായി പോവുകയും ഒഴുക്കില്ലാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമ്മളുടെ തന്നെ ഇന്റർവെൻഷൻസ് ഉണ്ട്. വലിയ വലിയ റോഡുകൾ പണിഞ്ഞത്, ഇപ്പൊ ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഇഷ്യൂകളിലൊന്ന് അശാസ്ത്രീയമായി റോഡ് പണിഞ്ഞ് ആ കനാലുകളും വെള്ളമൊഴുകുന്ന സ്ഥലങ്ങളെല്ലാം അടഞ്ഞു എന്നുള്ളതാണ്. കുറേയൊക്കെ അത്തരത്തിലുള്ള നമ്മൾ ചിന്തിക്കാത്ത കുറെ ഇന്റർവെൻഷൻസ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷെ തിരിച്ചറിഞ്ഞതും ആദ്യമായിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കുറെ പേര് ഇത് വാൺ ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, സീഡിറ്റിന്റെ ഒരു ഫിലിമുണ്ട് മോഹൻകുമാർ ഒക്കെ ചെയ്തത്, ദ വീപ്പിംഗ് റൈസ് ബൗൾ എന്ന്. എനിക്ക് തോന്നുന്നു 90കളിലോ മോഹൻകുമാർ, ദ വീപ്പിംഗ് റൈസ് ബൗൾ. ആ ഒരൊറ്റ അരമണിക്കൂറിന്റെ സിനിമ കണ്ടാൽ, ആ ഡോക്യുമെന്ററി കണ്ടാൽ അറിയാം ആലപ്പുഴയ്ക്ക് എങ്ങനെയാണ് സംഭവിച്ചത്. ഇത്ര നന്നായിട്ട് പറഞ്ഞിട്ടുള്ള, ആലപ്പുഴയുടെ ഒരു കൺസേൺ പറഞ്ഞിട്ടുള്ള ഇത് വളരെ കുറവാണ്. അപ്പോ ഇതൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ഇത് പരിസ്ഥിതി പ്രവർത്തകർ മാത്രം പറഞ്ഞതുമല്ലല്ലോ. പരിസ്ഥിതി പ്രവർത്തകൻ എന്നൊരാളല്ലല്ലോ ഈ ഫിലിം ഇത് ചെയ്യുന്നത്. ഒരു കൺസേൺ ഉള്ള ഒരാൾ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് കുറെ ആൾക്കാരുടെ ഇൻപുട്സ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്, കർഷകരുടെയും ഒക്കെ തന്നെ. അപ്പോൾ എൻവയറമെന്റലിസ്റ്റുകൾ, പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ ഒബ്വിയസ്ലി വളരെ നേരത്തെ തന്നെ വാൺ ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ വാണിംഗ് തുടങ്ങുന്നത് ഗ്രാസിം തൊട്ടാണ്. ഗ്രാസിമില് ആദ്യമായി സമരം ചെയ്യുന്ന ആൾക്കാർ തൊട്ട് പിന്നെ അങ്ങോട്ട് വലിയ സമരങ്ങൾ വരുമ്പോഴത്തേക്കും സൈലന്റ് വാലി സമരം വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ പെരിങ്ങോം ന്യൂക്ലിയർ പവർ പ്ലാന്റിനെതിരെ, പിന്നെ ഏലൂർ ഇടയാറിലെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായി തീരാത്ത സമരമാണ്. ഇപ്പോഴും തീർന്നിട്ടില്ലാത്ത, സോൾവ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. പിന്നെ 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 എല്ലാ ആദ്യം വലിയ ഇഷ്യൂസ്, പിന്നെ ഇപ്പൊ ഒക്കെ പരിസ്ഥിതി വിഷയം റേസ് ചെയ്യപ്പെടുകയും സമരങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യാത്ത പഞ്ചായത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഡിസ്ട്രിക്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് 5 or 10 വിഷയങ്ങൾ കാണിക്കാൻ പറ്റും. അത്തരത്തിൽ ഇന്റൻസീവായി. ഇതിന്റെയൊക്കെ പിന്നിൽ ഈ വാർണിംഗ്സ് വളരെ ക്ലിയർ ആണ്. കേരളത്തെ ഇങ്ങനെയാണ് നമ്മൾ കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ, ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിടത്ത് വന്ന് മുട്ടി നിൽക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് നമ്മുടെ തന്നെ ചെയ്തികൾ കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു പ്രവചനം അന്ന് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2017 ആ കഥയും മാറി. ഓക്കി വന്നതോടെ, അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം നമ്മൾ അതിനു മുമ്പ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഫെൽറ്റ് എന്ന് പറയുന്നത് 2017 ഓക്കി. അത് അറബിക്കടലിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അങ്ങ് തിരിച്ചു, കംപ്ലീറ്റ് മാറ്റി. അപ്പൊ നമുക്കിത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു തന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്. 2018 പ്രളയവും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് സീൽഡായി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഗോയിങ് ടു ബി ഡിഫറെന്റ് എന്നുള്ളത്. പക്ഷെ 2018 പ്രളയം വരുമ്പോഴും ഒരു സ്റ്റോറി ഉണ്ട്, നൂറ്റാണ്ടില് ഒരിക്കൽ സംഭവിക്കുന്ന പ്രളയം, അതുകൊണ്ട് എന്താണ് ഇനി അടുത്ത നൂറ്റാണ്ടിലേ വരുള്ളൂ എന്നൊരു തോന്നലുണ്ടായി. 2019 വന്നു, 20 സംഭവിച്ചു. ഇതിന്റെ കൂടെ ഈ നമ്മുടെ ഹിൽ ഏരിയകളിലുള്ള ലാൻഡ് സ്ലൈഡ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയും അത് നിരന്തരമായി സംഭവിക്കും. 2024 ആയപ്പോൾ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പാക്ട് ഉണ്ടായ ലാൻഡ് സ്ലൈഡാണ് ഈ മുത്തക്കേശ്വരൽ മല. അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആണ്. ആ ക്ലാരിറ്റി എന്താണെന്നറിയാമോ? പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞ ഒരു അപ്പോക്കാലിപ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് സൃഷ്ടിച്ചത് മാത്രമല്ല, പ്രകൃതിയും അതനുസരിച്ച് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതും കൂടെ ചേരുമ്പോൾ ഇപ്പോൾ അതൊരു ഹൈലി ഹസാർഡസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഭീകരമാണ്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വേറൊരു ഇഷ്യൂ. അത് ജനങ്ങൾ കൊടുക്കുന്ന കോസ്റ്റ്, മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഡിസ്റപ്ഷൻസിന്റെ കോസ്റ്റ്, ഇത് തകർക്കുന്ന അത്തരത്തിലെ സിസ്റ്റംസിന്റെ, കൃഷി അടക്കമുള്ള കൺസ്ട്രക്ഷൻസ് അടക്കമുള്ള ലൈവ്ലിഹുഡ്സ് അടക്കമുള്ള ഡിസ്ട്രക്ഷൻസിന്റെ കോസ്റ്റ്. ഇപ്പോൾ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് 2018 വേൾഡ് ബാങ്കും UN ഏജൻസീസും ഒക്കെ കൂടെ വന്ന് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായത്, അതിൽ തന്നെ പറയുന്നത് 31,000 കോടി രൂപയുടെ നഷ്ടമാണ് ആ ഒരൊറ്റ പ്രളയം കൊണ്ട് കേരളത്തിൽ ഉണ്ടായത്. അതിന്റെ ഒരു 10% പോലും നമുക്ക് പൈസയായിട്ട് കിട്ടുകയോ അതിനെ റിപ്പയർ ചെയ്യാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ തുടരുകയാണ്. അതിന്റെ കൂടെയാണ് കുനിന്മേൽ കുരു എന്ന നിലയ്ക്ക് പിന്നെയും ഇമ്പാക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഈ വർഷം ഉണ്ടായിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു പ്രളയം, ചില പ്രദേശങ്ങളിൽ പ്രളയം തന്നെയായിരുന്നു. നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിൽ ഒരു 5 പുഴകളുടെ ബേസിനിൽ ഒരു പ്രളയം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ നോർത്തിലും ഉണ്ടായിട്ടുള്ള അതാണ് പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ
ഒരു പരിധി വരെ ഇപ്പോൾ എൻവയറമെന്റലിസ്റ്റുകൾ പറഞ്ഞു, പരിസ്ഥിതി പ്രവർത്തകർ ഇത് പറഞ്ഞു, പരിസ്ഥിതി പ്രവർത്തകർ നിരന്തരം ചീത്തയും കേട്ടോണ്ടിരിക്കുന്നു. പരിസ്ഥിതി പ്രവർത്തകർ നല്ലല്ലോ പറയണത്, പരിസ്ഥിതി ഭീകരവാദികൾ, പരിസ്ഥിതി അങ്ങനെയൊക്കെ ഉള്ള മൗലികവാദികൾ, റൊമാന്റിക് കക്ഷികളാണ്, കവിതയാണ് പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കേട്ട് കഴിഞ്ഞു. കാട് ഒരു അനാവശ്യമായ ഒരു സംവിധാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുണ്ട് കേരളത്തിൽ. അതാണ് അതിനകത്ത് റിയാലിറ്റി. കാടിന്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതും. എന്തിന് ഈ അടുത്ത കാലത്തൊക്കെ നമ്മളൊരു കളക്ടറുമായിട്ടുള്ളൊരു ഡിസ്കഷനിൽ, പേരൊന്നും ഞാൻ പറയുന്നില്ല, തിരുവനന്തപുരത്ത് കളക്ടറായിരുന്ന ഒരാളുടെ അടുത്ത് നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ മരങ്ങളുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതാണ്, ഈ മരങ്ങൾ സിറ്റിക്കകത്ത് വേണ്ടത് റോഡ്സും അത്തരത്തിൽ ഫെസിലിറ്റീസാണ്. മരങ്ങൾ ഫോറസ്റ്റിനകത്ത് വെച്ചാൽ മതി. പ്രോബ്ലം ഇസ് നോട്ട് ദാറ്റ്. പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ വീട്ടുകാരനും അവനവന്റെ പറമ്പ് മാത്രം കൈകാര്യം ചെയ്യുന്ന ആൾക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. They can have an opinion. പക്ഷേ കളക്ടർ cannot have an opinion. അപ്പൊ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയെ, ഇക്കോസിസ്റ്റത്തിനെ, നമ്മൾ ജീവിക്കുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ, വെതറിനെ, നമ്മൾ ജീവിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പിനെ, അതിൻ്റെ ജിയോഗ്രഫിയെ ഒന്നും മനസ്സിലാക്കാതെ വന്നിട്ടുള്ളൊരു കളക്ടറോ അല്ലെങ്കിൽ ഒരു ഭരണകർത്താവോ എന്തൊരു ഡേഞ്ചറസ് ഫോർമുലയാണ്. അങ്ങനെ വരുന്ന ഒരാളുടെ ദാറ്റ് ഈസ് എ വെരി ഡേഞ്ചറസ് തിങ്. ദാറ്റ് ഈസ് വെയർ ദിസ് ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ അത് മാറി. എൻവയറമെന്റലിസ്റ്റുകൾ ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ ഇവിടം വരെ എത്തി. ഇനിയുള്ളത് ബ്യൂറോക്രസി, ഗവൺമെന്റ്, സാധാരണ ജനങ്ങൾ, ഇതൊന്നും പറയാത്ത ഒരു വലിയ സമൂഹം പറയാൻ തുടങ്ങിയിട്ടുണ്ട് കുറേയൊക്കെ. ഗവൺമെന്റുകളും ഇത് പറഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞാൽ മാത്രം പോരാ, അവരിതിനെ കൺസിഡർ ചെയ്യുകയും അതിനെ ഒരു കറക്റ്റീവ് ഒരു പ്രോസസ്സിലേക്ക് അവർ മുൻകൈ എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ജനങ്ങൾ എത്ര ചെയ്താലും ഇത്രേ ചെയ്യാൻ പറ്റും. പോളിസി ലെവലിലും ഇംപ്ലിമെന്റേഷൻ ലെവലിലും ഒക്കെ തന്നെ ആ ട്രാൻസിഷൻസ് ഉണ്ടായാലേ പറ്റുള്ളൂ. ആ അവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത്. നമുക്ക് ആഗോളതലത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പാരിസ്ഥിതിക ഇഷ്യൂസിനെ മനസ്സിലാക്കിക്കൊണ്ട് ഗവേണൻസ്, അവിടുത്തെ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും അവിടുത്തെ പോളിസീസ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മോഡൽസ് ഒക്കെ ലോകത്തെമ്പാടും നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ പക്ഷേ ഈ പറയുന്ന പാരിസ്ഥിതിക വകുപ്പോ നിയമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഇംപ്ലിമെന്റേഷൻ ലെവലിലും ഈ പറഞ്ഞ പോളിസി ലെവലിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് നമ്മുടെ പോപ്പുലേഷൻ ഒരു കാരണമായിട്ട് എപ്പോഴും പറയാറുണ്ട്. കേരളത്തിലും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പോലുള്ള, ഇപ്പം ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ കേരളത്തെ പോലെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള വളരെ യുണീക്കായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് ഈ ഇംപ്ലിമെന്റേഷൻ എത്രത്തോളം ടാസ്ക്കാണ്. അതായത് വെച്ചാൽ നമ്മൾ മുമ്പ് ഈ പശ്ചിമഘട്ട രക്ഷയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടന്നപ്പോൾ മുഴുവനും അതിൻ്റെ അകത്ത് മനുഷ്യാവകാശ പ്രശ്നങ്ങളായിട്ടും, അതായത് മനുഷ്യരും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ, ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന ഇഷ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞതിന്റെ പെർസ്പെക്റ്റീവെ മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോപ്പുലേഷനും മനുഷ്യരുടെ ദൈനംദിന ജീവിതം തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഇതിനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും? ആക്ച്വലി പറഞ്ഞില്ല, നമ്മളെ 1972 കൊണ്ടുപോകാം. 72 ആ ഇന്ദിരാഗാന്ധി കോൺഫറൻസിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് എൻവയറമെന്റൽ മൂവ്മെന്റ്സ് ഓർ എൻവയറമെന്റൽ കൺസേൺസ് ഇൻ ദ വേൾഡ്, ഇന്ദിരാഗാന്ധി ഒരു പ്ലേസ് ചെയ്യുന്നൊരു വലിയ പൊസിഷനുണ്ട്. അത് ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ അവർ പൊസിഷൻ ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞാൽ എൻവയറമെന്റൽ ഡെവലപ്മെന്റ് ആണ് ഹോൾ ടോക്ക്. അതൊരു ഐക്കോണിക് ഒരു സ്പീച്ചാണ്. അതിനകത്ത് ഒരു വരി പോലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാതെ ഇന്നും പ്രസക്തമായ, ഇന്നും എടുത്തു വെച്ച് വായിക്കേണ്ടതായിട്ടുള്ളൊരു സ്പീച്ചാണ്. അതിലവർ ലോകത്ത് അതുവരെ ചർച്ച ചെയ്യാത്തൊരു വിഷയം എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അതാണ് ഇപ്പം മനില ചോദിച്ചതിനകത്തൊരു വലിയ കണ്ടന്റ് വരുന്നത്. പോവർട്ടിയും എൻവയറമെന്റും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ദാരിദ്ര്യം അല്ലെങ്കിൽ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും എങ്ങനെയാണ് എൻവയറമെന്റിനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്നും നല്ല എൻവയറമെന്റ് ഇല്ലാത്തത് എങ്ങനെയാണ് പോവർട്ടി ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ലിങ്കേജ് അവരവിടെ കൊണ്ടുവരികയും, അതുകൊണ്ട് തന്നെ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു എൻവയറമെന്റൽ ആക്ടിവിറ്റി ആണെന്നുള്ള നിലയ്ക്ക് അവർ പൊസിഷൻ ചെയ്യുകയും ചെയ്യും. അത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അന്ന് ഈ ലോകത്ത് വളരെ പോപ്പുലേഷൻ കുറഞ്ഞ രാജ്യങ്ങൾ, വലിയ ലാൻഡുള്ള മാസുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീഡവും ഒരു സൗകര്യവും പരിസ്ഥിതി സംരക്ഷണം നടത്താൻ പറ്റുന്ന സൗകര്യം നമുക്കില്ല. അപ്പോൾ നമുക്ക് വിഭവങ്ങൾ ആവശ്യമുണ്ട്, നമുക്ക് ഡെവലപ്മെന്റ് വേണം, നമ്മൾക്ക് ആൾക്കാരെ പോവർട്ടിയിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം. പക്ഷെ അവരെപ്പോഴും പറയുന്നത് ഈ
വല്ലാത്ത ഡെവലപ്മെന്റും ഭയങ്കരമായിട്ടുള്ള GDP കയറ്റത്തിനും വേണ്ടിയല്ല എൻവയൺമെന്റിനെ അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. പോവർട്ടി എലിവേഷന്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അപ്പോൾ പറയുമ്പോഴും ഈ പോവർട്ടി എങ്ങനെയാണ് എൻവയൺമെന്റിന്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ആ കഥ മാറിയല്ലോ. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള. ഇന്ന് പോവർട്ടി അല്ല എൻവയൺമെന്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ലക്ഷറിയും ഫ്ലർജും ഈ വല്ലാത്തുള്ള എക്സ്പ്ലോയിറ്റേഷനും ഒരാൾക്ക് വേണ്ടതിനേക്കാൾ എത്രയോ 1000 മടങ്ങ് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതാണല്ലോ ഈ പറയുന്ന 1% ഓഫ് ദി വേൾഡ് ഇസ് ഹോൾഡിംഗ് ദ 50% ഓഫ് ലോകത്തെ റിസോഴ്സസ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ റിസോഴ്സസ് ഹോൾഡ് ചെയ്യുന്നത് പറയുന്നതിന്റെ കാര്യം അതാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം തിരിച്ച് ഞാൻ മുന്നിൽ പറഞ്ഞതിനോട് ഞാൻ തിരിച്ച് കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ആസ് എ ക്വസ്റ്റ്യൻ, ഈ റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആൾക്കാർക്ക് ആക്സസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതൊരു പവർ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് നത്തിങ് ടു ഡു വിത്ത് നോൺ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്. അത് മഹാത്മാഗാന്ധി വളരെ കൃത്യമായി ഒറ്റ വരി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉള്ള നീഡ് ഈ ലോകത്തുണ്ട്, ഗ്രീഡിന് ഇല്ല എന്നുള്ളതാണ്. അത് ഒരാളുടെ ഗ്രീഡിന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഇത് മുഴുവനും കൈക്കലാക്കണമെന്ന് ഒരു വലിയ കുത്തക മുതലാളി തീരുമാനിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വിഭവങ്ങൾ ഇല്ലാതാക്കിയിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു റിയാലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എൻവയൺമെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ പവർ സ്ട്രഗിൾസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ലാൻഡ് വിഭവങ്ങൾ, ഭൂമിയും വിഭവങ്ങളും, വെള്ളം, എന്തുമായാലും അതിൻ്റെ പുറത്തുള്ള ആക്സസും അതിൻ്റെ പുറത്തുള്ള അവകാശങ്ങളും, അത് ആൾക്കാർക്ക് ഇല്ലാത്തതിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കണം. അപ്പൊ അങ്ങനെ ഇല്ലാത്തവര് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എൻവയൺമെന്റിനെ നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ആർഗ്യുമെന്റ് തന്നെ ഭയങ്കര തെറ്റാണ്. ഇപ്പൊ കേരളത്തിൽ 4.5 ലക്ഷം ഹെക്ടർ പ്ലാന്റേഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര പേരാ താമസിക്കുന്നത്? എത്ര ആദിവാസികളുണ്ട് നമ്മൾ ആക്ച്വലി റീഹാബിലിറ്റേറ്റ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് സെറ്റിൽ ചെയ്യേണ്ടത്? എല്ലാവർക്കും 1 ഏക്കർ സ്ഥലം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ അത്രയും ലാൻഡ് നമുക്കില്ലേ? ഉണ്ട്. പക്ഷേ അത് കൊടുക്കാൻ പറ്റാത്ത ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി ക്വസ്റ്റ്യൻ കേരളത്തിലുണ്ട്. അത് ഒരു ഗവൺമെന്റിനും അഡ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള റിയാലിറ്റിയുമുണ്ട്, ഇൻ സ്പൈറ്റ് ഓഫ് ഹ്യൂജ് സ്ട്രഗിൾസ്. മാത്രവുമല്ല, ഇപ്പൊ ട്രൈബൽ പോപ്പുലേഷനോ അല്ലെങ്കിൽ ഒരു ഫിഷർ ഒരു ഫാം വർക്കിംഗ് പോപ്പുലേഷനോ ഫിഷ് വർക്കിംഗ് പോപ്പുലേഷനോ അല്ലെങ്കിൽ ഫാർമേഴ്സിനോ കർഷകർക്കോ ആ ലാൻഡിൻ്റെ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടറിനോ മറ്റുള്ള പ്രൊഡക്ഷൻ സെക്ടറിനോ ഭൂമി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് പോലെ അവർ ചെയ്യില്ല. അവരതിനെ പരിപോഷിപ്പിക്കുകയും പുഷ്ടിപ്പെടുത്തുകയും അതിൽ നിന്നും വിഭവങ്ങൾ കിട്ടുകയും ഒരു സർക്കുലർ എക്കോണമിയുടെ ഫണ്ടമെന്റൽസ് ഉള്ളവരാണ് ഇവരെല്ലാവരും. അവരതിനകത്ത് ആ വിഭവങ്ങൾ വെച്ചിട്ട് ജീവിക്കുന്നവരാണ്. അതിനകത്ത് നമ്മൾ കെമിക്കൽസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഓവർ ഫിഷിംഗ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന ഇൻഡസ്ട്രിയൽ ഇന്റർവെൻഷൻസ് ആണ്. ഇൻഡസ്ട്രിയൽ ഇന്റർവെൻഷൻസ് ഇല്ലെങ്കിൽ ഈ സൈക്ലിസിറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ സൈക്ലിസിറ്റി ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു നാടാണ് കേരളം. ഇന്ത്യ അത് തന്നെയാണ്. പക്ഷേ മറ്റ് ഇന്റർവെൻഷൻസ് വരുമ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്യാതെ ചെയ്യാനും പറ്റിയില്ല എന്നുള്ളതാണ്. ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇവരെ അടിമപ്പെടുത്തുക എന്നുള്ളത് ഫൈനാൻഷ്യലിയും പൊളിറ്റിക്കലിയും അവരെ എൻസ്ലേവ് ചെയ്യാതെ ഈ പ്രോഫിറ്റ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇത് മൊത്തം സംഭവിച്ചിട്ടുള്ളത്. ആ റിയാലിറ്റിയെ ഈ എൻവയൺമെന്റിന്റെ കൂടെ തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന്റെ ഒരു വൈരുദ്ധ്യം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ഇമ്പാക്ട് അനുഭവിച്ചിരുന്ന ആളുകൾ ഈ പറയുന്ന താഴെത്തട്ടിലുള്ള ഗോത്രവിഭാഗങ്ങളാണ്, മത്സ്യത്തൊഴിലാളികളാണ്, സാധാരണ കർഷകരാണ്. പക്ഷെ വൺസ് ഇതൊരു മിഡിൽ ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങിയ സമയത്താണ് വലിയ രീതിയിൽ ഇപ്പോൾ പ്രളയം വന്നപ്പോൾ സിറ്റീസിലേക്ക്, അർബൻ ഏരിയയിലേക്ക് ഇത് വ്യാപിച്ചപ്പോഴാണ് വലിയ വാർത്ത പോലും ആവുന്നെന്നുള്ളൊരു വൈരുദ്ധ്യം കൂടെ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയുമല്ലോ, വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സാധാരണക്കാരാണ്, ഒപ്പീനിയൻ ബാങ്ക് എന്ന് പറയുന്നത് ഇവരാ. അഭിപ്രായം, പവർ, കൺട്രോൾ, ആർക്ക് വേണ്ടി ഗവൺമെന്റുകൾ പ്രവർത്തിക്കുന്നു, അത് യഥാർത്ഥത്തിൽ മറ്റവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് കാണിച്ചാൽ മതി. ഇവർക്ക് ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. മിഡിൽ ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് ചെയ്ത് കൊടുക്കണം, മറ്റത് കാണിച്ചാൽ മതി. പറഞ്ഞാലും വാഗ്ദാനങ്ങളൊക്കെ കൊടുത്താൽ കുറച്ചൊന്ന് പിടിച്ചു നിർത്തിയാൽ മതി. പക്ഷേ വോട്ട് വേണ്ടി വരുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു വലിയ വോട്ട് ബാങ്കാണ്. ഇപ്പൊ പക്ഷേ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ്സും ഇതുപോലെ ഒരു സഫർ ചെയ്യുന്ന ഒരു ക്ലാസ് ആയിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും തിരിച്ചൊരു വൈരുദ്ധ്യം കൂടെ പറയും. ഈ തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ക്ലാസിനെ കുറിച്ച് നമ്മൾ പറയില്ല, ഇടതുപക്ഷ ഒരു മാർക്സിയൻസിന്റെ ഒരു ധാരയിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അതും ഓൾമോസ്റ്റ് ഡിസിപ്പേറ്റഡ് അല്ലേ? ലിറ്ററലി എവിടെയാ ഉള്ളത്? ഇപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്,
പക്ഷെ അവർക്ക് ഒരു പ്രോളിറ്റേറിയൻ എന്ന് പറഞ്ഞ ഒരു അംഗീകാരമൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാലങ്ങളായില്ലേ. പൊളിറ്റിക്കൽ നീഡ്സിന് വേണ്ടി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഓഫ് ഒരു ഹേർഡ് എന്നുള്ള വാക്ക് വളരെ ഡെറഗേറ്ററി ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹേർഡ് ഓഫ് മനുഷ്യർ. അതിനപ്പുറത്ത് അവർക്കും വിലയൊന്നുമില്ല. ഇന്ന് അവർക്കും വിലയൊന്നുമില്ല. ആ ഒരു കൾച്ചറിൽ നിന്ന് പൊളിറ്റിക്കൽ സിസ്റ്റംസ് മാറിയില്ലെങ്കിൽ വിൽ കീപ് ഡൂയിങ് ദിസ്. അവിടെയാണ് ഈ സെൻസിറ്റീവ് ഇതെന്ന് പറയുന്നത് എൻവയറമെന്റും കൺസേൺസും ക്ലൈമറ്റ് കൺസേൺസും മാത്രമല്ല ഇതിനകത്തൊരു വിഷയം. ഈ UNEP പോലുള്ള അല്ലെങ്കിൽ IPCC പോലുള്ള ആഗോളതലത്തിലുള്ള സംഘടനകൾ ഇതിനെപ്പറ്റി ഭയങ്കര കൺസേൺഡ് ആവുകയും നിരന്തര പഠനങ്ങൾ നടത്തുകയും ഇംപ്ലിമെന്റേഷൻ എന്തൊക്കെ പ്രായോഗിക തലത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ വരെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഭരണകൂട തലത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ബജറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ, കൺസ്ട്രക്ഷൻ പോളിസിയുടെ കാര്യത്തിലാണെങ്കിൽ, വിഭവ വിനിയോഗത്തിന്റെ കാര്യത്തിൽ, ലാൻഡ് യൂസിന്റെ കാര്യത്തിൽ ഒന്നും ഈ പരിസ്ഥിതിയെയും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള നയരൂപീകരണങ്ങളും നടത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ തന്നെ പുറത്തിറക്കിയിട്ടുള്ള കാട് മുതൽ കടൽ വരെ എന്നുള്ള പേപ്പറിനകത്ത് പരിസ്ഥിതി ഭരണകൂടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ടല്ലോ. എന്താണ്, എങ്ങനെയാണ് ഈ പരിസ്ഥിതി ഭരണകൂടം ആക്ട് ചെയ്യേണ്ടതെന്നാണ് വിചാരിക്കുന്നത്? വാട്ട് യു സെഡ് ഇസ് റൈറ്റ്. UNEP, UNDP, പിന്നെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ഇവർ ILO ഫോർ ഇൻസ്റ്റൻസ്, ഇവർ ഈ എൻവയറമെന്റുമായിട്ട് മാത്രമല്ലല്ലോ. യുഎന്റെ ഇന്റർവെൻഷൻ വന്നിട്ടുള്ളത് എല്ലാ തരത്തിലുമാണ്. മനുഷ്യാവകാശ ഫിഷറീസ്, ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസ്, കടലിന്റെ വിഭവങ്ങൾ, ജെൻഡർ, ലേബർ, എല്ലായിടത്തും ഗൈഡ് ലൈൻസ് ആയിട്ട്, എല്ലായിടത്തും നല്ല പ്രോഗ്രസീവ് ഗൈഡ് ലൈൻസുമാണ്. കാരണം യുഎന്റെ പ്രോസസ്സിനകത്ത് ഇപ്പോൾ ഞാൻ 1-2 UN പ്രോസസ്സിനകത്ത് ഒബ്സർവറായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്, സ്റ്റോക്ക്ഹോം റോട്ടർഡാം കൺവെൻഷൻസ്. പക്ഷേ അപ്പോൾ അത്രമാത്രം ചേണിങ് അറൗണ്ട് ചെയ്തിട്ട് അപ്പോൾ ഗവൺമെന്റ്സ് അവിടെ ഇരിക്കും, സിവിൽ സൊസൈറ്റി ഇരിക്കും, ഇൻഡസ്ട്രി ഇരിക്കും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഉണ്ട്, എക്സ്പേർട്സും സയന്റിസ്റ്റും ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വരുന്ന ഒരു ഡോക്യുമെന്റിനകത്ത് എല്ലാ സൈഡും കൺസിഡർ ചെയ്യുമെങ്കിലും ഒരു ന്യായമുണ്ട് അതിനകത്ത്, ഒരു ജസ്റ്റിസ് അതിനകത്ത് ഡെലിവറി ചെയ്യുന്ന രീതിയിലാണ് അൾട്ടിമേറ്റ്ലി വരുന്നത്. അതുവരെ ഫൈറ്റാണ്. സംടൈംസ് ഇറ്റ് ടേക്സ് 15, 20, 25 ഇയേഴ്സ് ടു ഗെറ്റ് ദെയർ, അവിടെ വരെ എത്താനായിട്ട്. പക്ഷെ എത്തിക്കഴിയുമ്പോൾ അതൊരു ഡോക്യുമെന്റ് ആയിട്ടുണ്ട്. എത്രയോ ഡോക്യുമെന്റ്സ് നമുക്കത് പറയാൻ പറ്റും. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ യുഎന്റെ പ്രശ്നമല്ല, അത് ഒരു ഡെമോക്രാറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ശരിയുമാണ്. ഇത് മാൻഡേറ്ററി അല്ല ഒരു രാജ്യത്തിന്. ചിലതൊക്കെ മാൻഡേറ്ററി ആണ്, പക്ഷേ എല്ലാം മാൻഡേറ്ററിയും അല്ല. അതിനൊരു പ്രോസസ് ഉണ്ട്. സിഗ്നറ്ററീസ് ആവാം, നമുക്ക് ആദ്യം റാറ്റിഫൈ ചെയ്യാം, പിന്നെ സിഗ്നറ്ററി ആവാം. സിഗ്നറ്ററി ആയി റാറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാർലമെന്റിൽ കൊണ്ടുപോയിട്ട് ഇത് ചർച്ച ചെയ്ത് സ്വീകരിക്കണം. അവിടെയും സ്വീകരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു റിപ്പോർട്ടിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഫോക്കൽ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ആ ഫോക്കൽ പോയിന്റ്സ് റിപ്പോർട്ട് ചെയ്യണം. ഒരു 2 വർഷം 3 വർഷത്തിൽ ഏത് കൺവെൻഷൻ ആയാലും റിപ്പോർട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നിർബന്ധിക്കുന്ന ഒരു ട്രാൻസിഷനിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. അതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾക്കൊരു ഫുൾ മെക്കാനിസം ഉണ്ട്. പക്ഷേ സ്റ്റേറ്റുകൾ എന്താണോ ഡിക്ലെയർ ചെയ്യുന്നത് അത് തന്നെയുള്ളൂ. അപ്പൊ ഇന്ത്യയൊക്കെ വളരെ പ്രൊആക്റ്റീവായിട്ട് പോയി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഇന്ത്യ 2050 70 ആവുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി കാർബൺ ന്യൂട്രൽ, നെറ്റ് സീറോ ആവും എന്ന് പറഞ്ഞു. നെറ്റ് സീറോ ആവും പറയുന്നത് ഒരു വശത്ത് ഒരു അത് പറയുമ്പോഴും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലം വെട്ടി തെളിക്കാനും തീരുമാനിക്കും. എന്നിട്ട് അതിന് പകരമുള്ള പ്ലാന്റേഷൻസ് നമുക്ക് ഹരിയാനയിലോ രാജസ്ഥാനിലോ വല്ല മരുഭൂമിയിലൊക്കെ ചെയ്യാമെന്നും തീരുമാനിക്കും. ഇറ്റ്സ് ഈസ് കംപ്ലീറ്റ്ലി സ്റ്റുപ്പിഡ്, നോൺസെൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലാർജർ ഇത് സംഭവിക്കുന്നുണ്ട്. വിച്ച് ഇസ് അത് സൂക്ഷ്മമായിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ഒരു ഇക്കോസിസ്റ്റംസ് ബേസ്ഡ് അപ്രോച്ചിലേക്ക് നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നടക്കൂല. അൺഫോർച്ചുനേറ്റ്ലി ആ തലത്തിലും അതാണ് അതിനകത്തൊരു ക്ലാരിറ്റി വേണ്ടത്. ആ തലത്തിൽ ഉള്ള ഡിസ്കഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൺവെൻഷൻസോ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മളൊരു പറയാറ്, ഇപ്പൊ ഇന്ത്യയിലുള്ള എല്ലാ തരം ഇക്കോസിസ്റ്റംസും ആ ഇക്കോസിസ്റ്റമിന്റെ ഒരു ഇന്റഗ്രിറ്റിയിലും അതിൻ്റെ ഒരു ക്വാളിറ്റിയിലും നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ വേണം എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ ഇല്ല. നമ്മൾ ഇപ്പോൾ ലൈവ്ലിഹുഡ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതേസമയം ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇപ്പൊ നമ്മുടെ ഭൂട്ടാനിലൊക്കെ പറയുന്നത് പോലെ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് പറയുന്നത്, ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഷുർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കരാറില്ല. ഇന്ത്യയിൽ ലോകത്ത് പോവർട്ടി ആൻഡ് ഹങ്കർ ഇറാഡിക്കേറ്റ് ചെയ്യും, ഇത്ര കാലത്തിനകം ഇറാഡിക്കേറ്റ് ചെയ്യും എന്ന് എല്ലാ രാജ്യങ്ങളും കൊണ്ട് തീരുമാനിക്കുന്ന ഒരു കരാറില്ല.
കാരണം ഇവിടെയൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും മറ്റൊരു തൊടും. ഏത് ഞാൻ നേരത്തെ പറഞ്ഞ 1% തൊടും. ആ 1% തൊടുന്ന ഒന്നിലും കരാറില്ല. So there is a suspect. So all these UN convention correct ആണ്, പക്ഷേ it is also suspect that ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അവർ തൊടുന്നില്ല എന്നുള്ളത്. ഇനി ഇന്ത്യയിലേക്ക് നമ്മൾ ഇവിടെ ഇതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മാൻഡേറ്ററി അല്ലാത്തതുകൊണ്ട് ഇന്ത്യ സൗകര്യത്തിനനുസരിച്ച് ചെയ്യും. ലീഡർഷിപ്പിൽ നല്ല ഈ കുറച്ച് പെർസ്പെക്റ്റീവ് ഉള്ളവർ ഇരിക്കുന്ന കാലത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ എൻവയോൺമെന്റൽ ലോസും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്താണ് വന്നതെന്ന് പറയുന്നത് പോലെ ആ സമയത്ത് നമ്മൾ നർമ്മദ പോലത്തെ സമരത്തിൽ മനിലെ വായിച്ചിട്ടുണ്ടോന്നുണ്ട്. ടി.എൻ. ശേഷന്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്. ടി.എൻ. ശേഷന്റെ ഓട്ടോബയോഗ്രഫിയിൽ പേര് ഓർക്കുന്നില്ല ബയോഗ്രഫിയിൽ, അതിനകത്ത് ഒരു പോയിന്റിൽ ഈ രാജീവ് ഗാന്ധിയുടെ അവസാന പീരീഡാണ് ഭരണത്തിൽ. ബോഫേഴ്സ് ഒക്കെ വന്നു, വലിയ നെഗറ്റീവായിട്ട് തോക്കും. അത് കഴിഞ്ഞ് പിന്നെയുള്ള വരവിന് മുമ്പാണ് മരിക്കുന്നത്. അപ്പോൾ ആ വരവിൽ വൺ ഓഫ് ദ ലാസ്റ്റ് മീറ്റിംഗ്സ് നടക്കുമ്പോൾ രാജീവ് ഗാന്ധി തോക്കും എന്നുള്ള ധാരണ രാജീവ് ഗാന്ധിക്ക് ഇല്ല, ചിലപ്പോൾ തിരിച്ചു വന്നാലായിരുന്നതാണ്. അപ്പോൾ ടി.എൻ. ശേഷനായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിസ്കഷൻ വെക്കുന്നുണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് ഡിസ്കഷനിൽ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് രാജീവ് ഗാന്ധി ചോദിക്കുന്നതെന്ന് അറിയാമോ? വാട്ട് വിൽ ഇറ്റ് ടേക്ക് ടു സ്ക്രാപ്പ് ദ നർമ്മദ പ്രോജക്ട് കംപ്ലീറ്റ്ലി? ആൻഡ് ടി.എൻ. ശേഷൻ അന്ന് എൻവയോൺമെന്റ് സെക്രട്ടറിയാണ്. ആൻഡ് ടി.എൻ. ശേഷൻ വാസ് വെരി സപ്പോർട്ടീവ് ഓഫ് ദാറ്റ്. അപ്പോൾ ടി.എൻ. ശേഷൻ പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡൺ എന്നുള്ളതാണ്. പക്ഷെ ഭരണത്തിൽ തിരിച്ചു വന്നിരുന്നെങ്കിൽ നർമ്മദ പ്രോജക്ട് സ്ക്രാപ്പ് ചെയ്തന്നെ ആര്? രാജീവ് ഗാന്ധി. ക്യാൻ യു ഇമാജിൻ എനിബഡി ഡൂയിങ് ദാറ്റ്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പെർസ്പെക്റ്റീവ്, ആ ഒരു ഹാർട്ടുള്ള മൈൻഡ് വെച്ച് മാത്രം ചിന്തിക്കാത്ത, ഹൃദയം വെച്ച് ചിന്തിക്കുന്ന ഭരണകർത്താക്കൾ ഇന്ത്യയിലുണ്ടായിരുന്നു. നെഹ്റുവിയൻ പോളിസി അല്ല ഇന്ദിരാഗാന്ധിയുടെ പോളിസി. ഇന്ദിരാഗാന്ധി ആയപ്പോഴത്തേക്കും കുറെ കൂടെ സെൻസിറ്റീവായി എൻവയോൺമെന്റിനെ കുറിച്ചും ഒക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധി വന്നപ്പോഴും ആ സെൻസിറ്റിവ്നെസ് തുടർന്നു. പക്ഷെ നരസിംഹറാവുവും മൻമോഹൻ സിംഗും വന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി പോയി, കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്തു. എൻവയോൺമെന്റ് ഒക്കെ ബാക്ക് ബെഞ്ചേഴ്സിലായി. 1991 ലിബറേഷൻ പോളിസി, ലിബറലൈസിങ് പോളിസിയും ലിബറലൈസിങ് പ്രൈവറ്റൈസിങ് ഗ്ലോബലൈസേഷൻ പോളിസി വന്നതോടെ അതങ്ങ് മാറി. പിന്നെ ഈ വിഭവങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് എങ്ങനെ നമ്മൾ നന്നാക്കാം എന്നുള്ളതാണ്. അതിനെ ആ പ്രോസസ്സിനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനൊരു എക്കണോമിക് വർത്തിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കുഡ് ഇറ്റ് ഹാവ് ബീൻ ഡൺ? അതായത് ഇന്ത്യയിലെ പരിസ്ഥിതിയും ഇന്ത്യയുടെ പുഴകളും ഇന്ത്യയുടെ കടലും ഇന്ത്യയുടെ ആവാസ വ്യവസ്ഥകളും ഇന്ത്യയുടെ അത്തരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഭവങ്ങളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യരും, ഇക്കോസിസ്റ്റംസ്, പീപ്പിൾ, അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് അവരുടെ ഉന്നമനവുമായിട്ട് അതിനെ കണ്ടുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പറ്റും എന്നാണ്. കാരണം ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് ഫോക്കസ് ആൻഡ് പ്രയോറിറ്റീസ്. ഇപ്പൊ നമ്മൾ വലിയ വലിയ പ്രോജക്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഒരു കോട്ട് ആൻഡ് കോട്ട് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ വിഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ചില എന്റർപ്രൈസസിലേക്ക് കൊണ്ടുപോവുക, ചിലത് നമ്മൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഗുണം കിട്ടുന്ന രീതിയിൽ ചിലത് ചെയ്യാൻ, അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നും അവരുടെ അവസ്ഥ അങ്ങനെ കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ എസെൻസ് ഓഫ്. പക്ഷെ ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യയിൽ ഈ 90s ഒക്കെ കഴിഞ്ഞിട്ടുള്ള പീരിയഡ് I would feel that it has been terrible for the country as far as environment. ഈ നർമ്മദ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കുമായിരുന്നു ഒരു പക്ഷേ എന്ന് പറയുമ്പോഴേ തിരിച്ച് ഞാൻ കേരളത്തിലേക്ക് ഡയറക്റ്റ് വരികയാണെങ്കിൽ ഇപ്പൊ തുരങ്കപാത എന്ന് പറയുന്ന ഒരു സംഗതി തുടങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അത് വികസനത്തിന്റെ പുതിയ ചക്രവാളമാണെന്നുള്ള ലൈനിലാണല്ലോ അവതരിപ്പിക്കപ്പെടുന്നത്. അവിടെ തന്നെയാണ് ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. തുടങ്ങിപ്പോയി എന്നുള്ളതും ഒക്കെ വലിയ പ്രോജക്റ്റുകളെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തുരങ്കപാത തന്നെ ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചീത്ത വെക്കുന്ന എനിക്കറിയാം. എന്നാലും ഇത് വേണ്ടാന്ന് വെച്ചതുകൊണ്ട് എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംരക്ഷിക്കപ്പെടുക, അപ്പുറത്ത് ബദൽ മാർഗങ്ങൾ ഉള്ള സമയത്ത് എന്തിനു വേണ്ടി ആയിരിക്കും ഇതിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടാവുക? തുരങ്കപാതയുടെ കാര്യത്തിൽ ആദ്യമേ നമ്മൾ പ്രത്യേകിച്ച് ആ മലനിരകളിൽ ചെയ്യുമ്പോൾ, ഞാനൊരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് ഒരു പൊസിഷൻ എടുക്കട്ടെ. ഇതിനകത്ത് ലോകത്തെല്ലായിടത്തും തുരങ്കങ്ങൾ ചെയ്തിട്ടുണ്ട്. തുരങ്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലും തുരങ്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. അത് ചെയ്തിട്ടുള്ള മലകളും ഉണ്ട് കൃത്യമായിട്ട്. ഇപ്പോൾ ഞാനൊക്കെ ട്രെയിനിൽ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന തുരങ്കപാതയ്ക്ക് ചെന്നൈ റോഡിൽ എന്നിട്ട് ഞാൻ വെച്ച് കേരളത്തിലുണ്ടാവില്ല. നമ്മൾ കോട്ടയത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ തുരങ്കത്തിലൂടെ പോകും കോട്ടയത്ത്. അത് ഭയങ്കര ഹരമാണ്. അപ്പം ഞാനത് പുറത്തിറങ്ങി നോക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കുന്നിന്റെ സൈഡിൽ കൂടെ അവർ ആ കുന്ന് ഇടിച്ചു കളയേണ്ട, വേണമെങ്കിൽ അത് ഇടിച്ചു കളയാമായിരുന്നു, ചെയ്യാതെ തുരങ്കം ചെയ്തിട്ടുള്ളതാണ്.
സോ ഇറ്റ് ക്യാൻ ബി ഡൺ. അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് ചെയ്തിട്ടുള്ള ഒരുപാട് മലകളിൽ, പ്രത്യേകിച്ച് ഹിമാലയൻ റീജിയൻസിൽ ചെയ്യുന്ന ഈ ചാർധാം പ്രോജക്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്യുന്ന മലനിരകളിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാവുന്നുണ്ട്. ആൾക്കാർ ഒരുപാട് എഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മരിക്കുന്നുണ്ട്. ഓൾ ദീസ് ഇഷ്യൂസ് ആർ ഹാപ്പനിങ്. പക്ഷേ മുമ്പോട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുക എന്നുള്ളതുണ്ട്. കേരളത്തിൽ ഈ തുരങ്കപാത ഡിസൈൻ ചെയ്ത സമയത്തും നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് ഇത് നടക്കൂല. എന്തിന്, നമ്മുടെ കേരള സ്റ്റേറ്റ് എൻവയറൺമെന്റൽ അപ്രൈസൽ എക്സ്പേർട്ട് കമ്മിറ്റി തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് 8 or 9 തവണ അവര് പിന്നെയും ക്ലാരിഫിക്കേഷൻസ് ചോദിച്ചുകൊണ്ട് ഈ പ്രൊപ്പണൻസിനോട് റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്ത് നോക്ക്, ഇത് നോക്ക് നിൽക്കും. കാരണം ഭയങ്കര മടിയായിരുന്നു കൊടുക്കാനായിട്ട് കമ്മിറ്റിക്ക് വരെ. കാരണം ആ മലനിരകളിലാണ് ഈ ആക്സിഡന്റ് നടന്ന 2024 ഇത് നടന്ന ഈ ചുരൽമല ഡിസാസ്റ്ററിൽ തന്നെയാണ്. ഇതിനു മുമ്പും അവിടെ ഒരു വൾണറബിൾ മൗണ്ടൻസ് ആണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് അത് ചെയ്യാൻ തൊടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വൾണറബിലിറ്റി മൗണ്ടൻ ആ റേഞ്ചസിൻ്റെ മാത്രമല്ല, ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശമാണ്, ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് പ്രസൻസ് ഉള്ള പ്രദേശമാണ്, ട്രൈബൽ പോപ്പുലേഷനെ ബാധിക്കുന്ന പ്രദേശമാണ്, എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസ്, ഈ മറ്റേ ബാണാസുര ചെലമ്പ് എന്നൊക്കെ പറഞ്ഞ ബേർഡ്സ് ഒക്കെ ഉള്ള പ്രദേശമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രദേശത്ത് ഈ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു, അപ്പോൾ എന്നോട് എപ്പോഴും, അപ്പോൾ അന്ന് 24 ഇത് സംഭവിച്ച് 25 ഇത് ക്ലിയർ ചെയ്യുന്നുണ്ട് ഈ പ്രോജക്ട്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റിന്റെ SESC ക്ലിയർ ചെയ്യുന്നു. അപ്പൊ ആ ക്ലിയറൻസ് ഡോക്യുമെന്റിനെ കുറിച്ചാണ് ഞാൻ അന്ന് വളരെ ലേഖനം എഴുതുന്നത്. അപ്പൊ ആ ക്ലിയറൻസ് ഡോക്യുമെന്റ് വായിച്ചു കഴിയുമ്പോഴും മനസ്സിലാവുന്നത് എന്തെന്നറിയാമോ, എല്ലാ കുഴപ്പങ്ങളും ലിസ്റ്റ് ചെയ്ത് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ചെയർമാൻ എല്ലാ പ്രശ്നങ്ങളും ലിസ്റ്റ് ചെയ്തിട്ട് പെർമിഷൻ കൊടുത്തിട്ട് പിന്നെ ഒരു 25 കണ്ടീഷൻസ് വയ്ക്കുന്നുണ്ട്. ഈ 25 കണ്ടീഷൻസ് ഓൾമോസ്റ്റ് 12 കണ്ടീഷൻസ് മാത്രമാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻസ്. ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസും സത്യം പറഞ്ഞാൽ ചുമ്മാ ഈ, അതായത് അവിടെ ആൾക്കാർക്ക് നല്ല വീടൊക്കെ ശരിയായി കൊടുക്കണം, തൊഴിലാളികളുടെ ആരോഗ്യം ഭക്ഷണമൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ലോറിയുടെ ടയറൊക്കെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ വളരെ വളരെ വേഗമായിട്ടുള്ള കുറെ കാര്യം. വേഗമല്ല, നോൺ ഡിസ്ക്രിപ്റ്റ്, അത് നോർമലി വരുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന that itself was a huge violation. It was criminal to actually അത് ചെയ്തത് തന്നെ. എന്നിട്ട് പെർമിഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 26 ബിഗിനിങ് ആകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ്, 25 തന്നെ കേന്ദ്ര ഗവൺമെന്റിന് പെർമിഷൻ വരുന്നു. 26 ബിഗിനിങ് ആകുമ്പോൾ ഫെബ്രുവരിയിൽ ഫോറസ്റ്റ് ക്ലിയറൻസും കൂടെ കിട്ടുന്നു, കേന്ദ്രത്തിന്റെ ഫോറസ്റ്റ് ക്ലിയറൻസും കൂടെ കിട്ടുന്നു. അത് കഴിഞ്ഞപ്പോൾ പിണറായി ഗവൺമെന്റ് മറ്റേ ബട്ടൺ അമർത്തി ബ്ലാസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് തുടങ്ങി. ജനം വയനാടിന് ഇതൊരു ലൈഫ് ലൈൻ ആണെന്നും വയനാട്ടുകാർക്ക് ഇതില്ലെങ്കിൽ രക്ഷയില്ല എന്നും ഇത് മാത്രമാണ് ലൈഫ് ലൈൻ എന്നുള്ള നിലയിൽ വയനാട്ടുകാരെ ഇത് കൺവിൻസ് ചെയ്യിച്ചിട്ടുണ്ട്. കുറെ എൻവയറമെന്റലിസ്റ്റുകളാണ് വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പ്രശ്നമാവുന്നുള്ളത്, ഉരുൾപൊട്ടൽ വരും. അപ്പോൾ ഇത് സംഭവിച്ചു. 26 തന്നെ ഇത് അധിക സമയം എടുത്തില്ല, തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് സംഭവിച്ചു. ഇനിയും സംഭവിക്കും. ഇത്തവണ അത്തരത്തിലുള്ള മഴയും പെയ്തിട്ടില്ല. മുണ്ടക്കൈ മലയിൽ സംഭവിച്ചതുപോലെയാണ് പെയ്തതെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ സംഭവിക്കും. ഇത് വേറൊരു ഇഷ്യൂ എന്തെന്നറിയാമോ ഇതിനകത്ത്, നേരത്തെ ചോദിച്ച ചോദ്യം, ഇത് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചു. ഇത് ഞാനിവിടെ വെച്ച് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചു. അതിനകത്തുള്ള ഫിഷേഴ്സും അതിനകത്തുള്ള ഈ വെള്ളം ലീച്ച് ചെയ്തിറങ്ങുന്നതും ആ മൗണ്ടൻ്റെ ഒരു ഇൻസ്റ്റെബിലിറ്റിയും അവിടെ സാധ്യതയുള്ള മഴയുടെ തോതും ഒക്കെ കൂടെ വച്ചിട്ട് എല്ലാ മഴക്കാലത്തും ഇത് അടച്ചിടേണ്ടി വരും. ഇറ്റ്സ് അബൌട്ട് 7.5 kilometers. നല്ല മഴക്കാലത്ത് അകത്ത് മുഴുവനും ലീച്ച് ചെയ്ത് വെള്ളം ഇറങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലൂടെ വിൽ യു ഡ്രൈവ്? വിൽ യു ഹാവ് ദ കറേജ് ടു ഡ്രൈവ്? ഇറ്റ് വിൽ ബി എ ഡേഞ്ചറസ് തിങ് ടു ഡ്രൈവ്. അടച്ചിടും. മഴ ക്വാറികൾ അടച്ചിടുന്ന് പറയില്ലേ, അതുപോലെ മഴക്കാലത്ത് എല്ലാ മഴക്കാലത്തും അടച്ചിടും. കാരണം അതാണ് അതിന്റെ സിറ്റുവേഷൻ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന വേണ്ടത് സ്റ്റേറ്റ് തീരുമാനിക്കും. ഇപ്പോൾ കമ്മിറ്റി വെച്ചിട്ടുണ്ട്, കമ്മിറ്റി നോക്കട്ടെ. പക്ഷേ ഇറ്റ് ഇസ് എൻ ഇല്ലീഗൽ പ്രോസസ്. അവിടെ ഇത് വരാൻ പാടില്ല. ഇനി ബദലുണ്ടോ അന്വേഷിക്കണം. ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലം, ഇപ്പം എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും ഈ സിൽവർ ലൈനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കൗണ്ടർ ഇത് ചെയ്യുന്നുണ്ട്. സിൽവർ ലൈനിലെ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് വന്നത്, സിൽവർ ലൈൻ പദ്ധതിക്ക് ഒരു ബദൽ, എന്നാൽ പിന്നെ ബദൽ നിങ്ങൾ പറയും, ഇത് വേണ്ടെന്ന് പറയും. അപ്പം ഞാൻ പറയും, തെറ്റായ വൃത്തികെട്ട ഒരു പദ്ധതിക്ക് ബദലില്ല. നമുക്ക് ശരിയായ ഒരു പദ്ധതി ഉണ്ടാക്കാം, പക്ഷെ ഇതിന് ബദലില്ല. അപ്പോൾ ടണലിന് ബദലില്ല. എന്നാൽ പാത വേണമെന്ന് ചോദിച്ചാൽ അതുണ്ട്.
പിന്നെ ടണലിന് എന്ന് പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും വിചിത്രം. ആൾക്കാർക്ക് സഞ്ചരിക്കാൻ 3-4 വഴികളുണ്ട് കോഴിക്കോടേക്ക് ഇറങ്ങാനായിട്ട്. പക്ഷേ ആ റോഡ്സ് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ആക്ച്വലി താമരശ്ശേരി ചുരം തന്നെ ഇപ്പോൾ പ്രശ്നത്തിലാണ്, പക്ഷെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇഷ്യൂസ് ഉണ്ട് അതൊന്നും. പക്ഷെ അതിന് എന്തോ ഒരു വലിയ പ്രോജക്റ്റ് വരുന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന 2000 ചില്ലാനം കോടി രൂപ ചെലവാക്കി അവർ പറഞ്ഞ ഒരു കാരണം പെട്ടെന്ന് ആശുപത്രിയിൽ ഒരാളെ എത്തിക്കാൻ പറ്റുന്നില്ല. അതെന്തൊരു വിചിത്രമായ കാരണം. 500 കോടി വെച്ച് 4 ഹോസ്പിറ്റൽ ഉണ്ടാക്കും. പിന്നല്ലാതെ 1000 കോടി വെച്ച് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ 2 ഉണ്ടാക്കും. 3 ബ്ലോക്കിൽ 3 ഹോസ്പിറ്റൽസ്. കാസർഗോഡുള്ളവർക്ക് RCC പോകാൻ വേണ്ടിയാണ് കേരളയിലെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ആരോടാണ് പറയുന്നത്? ഇത്രയും ഇന്റലക്ച്വൽ ഒരു സുപ്പീരിയർ ആയിട്ട്, അങ്ങനെ തന്നെ പറയാം, സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിനോടല്ല. മറ്റു സ്റ്റേറ്റ്സുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെന്തോ ഭയങ്കര സംഭവമാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. മലയാളികളെ കഴിഞ്ഞിട്ട് ബുദ്ധിയുള്ളൂ ഈ രാജ്യത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരു നാട്ടില് ഇതെന്ത് തമാശയാണ് പറയുന്നത്? ആരെ ബോധിപ്പിക്കാൻ? എന്താ അതൊക്കെ വിശ്വസിച്ചിട്ട് അതിനെ എസ്കലേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് എന്ത് പറയാനായിട്ട്? സോ ദാറ്റ് വാസ് നോട്ട് നെസസറി. പിന്നെ ആ പ്രോജക്റ്റ് എന്തിനാണെന്നുള്ളൊരു ചോദ്യം പലപ്പോഴും വരും. ഒറ്റ ഉത്തരവുള്ളൂ, അത് ആ ടൂറിസം ലോബിക്ക് വേണ്ടി മാത്രമായിരുന്നു. മേപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ ടൂറിസം ബിൽഡ് ചെയ്യുന്നത് എല്ലാവരുടെയും. ഒരുപാട് അതിലൊരു നല്ല ശതമാനം ഇല്ലീഗലാണ്. എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെയോ സ്റ്റേറ്റിൻ്റെയോ പെർമിഷനില്ലാതെ തുടങ്ങി ആൾക്കാരെയൊക്കെ അങ്ങനെ ചെയ്യുന്ന ടൂറിസ്റ്റ് എൻറ്റിറ്റീസാണ് അവിടെ മുഴുവനുള്ളത്. ചെറിയ ഹോം സ്റ്റേ തൊട്ട് വലിയ റിസോർട്ട്സ് വരെ. അതിൽ അവിടുത്തെ ഈ ടണലിൻ്റെ പ്രോജക്റ്റ് ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യപ്പെട്ടത് അവിടെ 1000 ഏക്കർ ബോച്ച എടുത്തതോടെയാണ്. മേപ്പാടിയിലാണ് ബോച്ചയുടെ 1000 ഏക്കർ. ദിസ് ഇസ് ദ ബിഗസ്റ്റ് പ്രോജക്റ്റ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടാണ്. അതിന് ഏറ്റവും അശ്ലീലമായ ഒരു ടൂറിസമാണ്, ഇക്കോളജിക്കലി തെറ്റായിട്ടുള്ള ഒരു ടൂറിസമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ എല്ലാ സീസണിലും അദ്ദേഹം 1000 ഏക്കറിൽ 1000 ജീപ്പുകളുടെ മലകയറ്റം, മലയൊക്കെ കുത്തിക്കയറി 1000 ബൈക്കുകളുടെ തേരോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോജക്ട്സാണ് വയനാട്ടിൽ നടക്കുന്നത്. ഒരു ജീപ്പ് പോലും കയറാൻ പാടില്ലാത്ത മലകളുണ്ട്. അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് എത്താൻ വേണ്ടിയാണ് ആക്ച്വലി ഈ പ്രോജക്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ഒരു കാരണവും ഇല്ല മേപ്പാടിയിൽ ഇത് കൊണ്ടുവയ്ക്കാനായിട്ട്. നോ അതർ റീസൺ. അതും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനായിട്ട്. ഈ പ്രോജക്റ്റ് ഇപ്പോൾ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു ആർജവം നമ്മളിപ്പോൾ പറയുക ഈ സർക്കാർ കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഹ്യൂജ് റിസ്ക് ആണ് സ്റ്റേറ്റിന്. പക്ഷെ അപ്പോസിഷൻ ഇരുന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓപ്പോസിഷനിൽ ഇവരിരുന്നപ്പോൾ കേരളയിൽ എതിർക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒബ്വിയസ്ലി കേരളയിൽ പോലത്തെ ഒരു പദ്ധതി എതിർക്കാനുള്ള ഒരു ധൈര്യം വലിയ പാടാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ പറയാം. പക്ഷേ എനിക്കറിയാം കോൺഗ്രസിൽ സതീശൻ ടുക്ക് റെസ്പോൺസിബിലിറ്റി. ഇതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് മണിക്കൂറുകൾ കണക്കിന് കൂടെ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത്. ഐ മസ്റ്റ് കൺഫ്യസ് ദാറ്റ് ഹി സാറ്റ് വിത്ത് അസ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 26 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ നിലപാടെടുക്കാം. നമ്മൾ കൃത്യമായിട്ടുള്ള ടെക്നിക്കലി സൗണ്ട് മറുപടികളാണ് കൊടുത്തത്. അത് വെച്ചിട്ടാണ് അവർ പിന്നെ ഡിസൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിലുള്ള DCC ഇതൊക്കെ ചർച്ചയൊക്കെ ചെയ്തിട്ട് കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോഴത്തേക്കും പിന്നെ സ്റ്റേറ്റ് മഞ്ഞക്കുറ്റി ഇടാൻ തുടങ്ങി. അപ്പോൾ ഒരു കാരണമായി മഞ്ഞക്കുറ്റി പറിച്ചു കളയാന്ന് പറയുന്ന സമരത്തിലേക്ക് വരും കൂടെ കയറി. ടുക്ക് എ പൊസിഷൻ. ദാറ്റ് ഇറ്റ് സെൽഫ് വാസ് എ റിസ്കി പൊസിഷൻ. കാരണം ഒരു ഡെവലപ്മെന്റിന് ഇത്രയും വലിയ ഡെവലപ്മെന്റ് എതിർക്കുന്നവർ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു പ്രോസസ്സിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഡെസിഷനേക്കാളും പൊളിറ്റിക്കൽ ഡെസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ പൊളിറ്റിക്കൽ ഡെസിഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഈ ഡെവലപ്മെന്റ് ഇതിന്റെ ഒരു ഡിബേറ്റ് വരികയും വികസന വിരുദ്ധർ എന്നൊക്കെ പറയാനും. പൊളിറ്റിക്കൽ ഡെസിഷനേക്കാളും ഇറ്റ് ഷുഡ് ബി എ സൗണ്ട് ടെക്നിക്കൽ ഡെസിഷൻ. ഒരു ജിയോളജിക്കലി സൗണ്ട് ടെക്നിക്കൽ ഡെസിഷൻ ആയിരിക്കണം. വിച്ച് ഈസ് ഈ സംഭവം അവിടെ ചെയ്യുന്നത് തെറ്റായ ഒരു സാങ്കേതികമായി പാരിസ്ഥിതികമായും അത് തെറ്റാണെന്ന് കണ്ടുകൊണ്ടുള്ളൊരു തീരുമാനമാണ് എടുക്കേണ്ടത്. അത് എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞ ഒന്നാണ് ദേശീയപാത. നമ്മള് ദേശീയപാത തുടങ്ങുന്ന സമയത്ത് ആളുകളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രാദേശികമായിട്ട് ചെറിയ സമരങ്ങളൊക്കെ നടന്നല്ലാതെ വളരെ നിശബ്ദമായിട്ടുള്ളൊരു സമിതി നേടിയെടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഒരുപാട് ഈ പറഞ്ഞ എൻവയൺമെന്റലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് പ്രശ്നമാണ്, ഇത് നേരാവണ്ണം ഒരു പരിശോധന നടത്താതെയാണ്, മണ്ണിന്റെ ഘടനയോ ഒന്നും നമ്മുടെ ഭൂപ്രകൃതിയോ അറിഞ്ഞുകൊണ്ടുള്ളൊരു നിർമ്മിതി അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്.
നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിന്റെ ഒരു ഭാവി എന്തായിരിക്കും? തുടങ്ങിപ്പോയ ഒരു വലിയ പ്രോജക്റ്റ് വൺസ് ഒരിക്കൽ അതിൽ പോയിട്ടുള്ള ആളുകൾക്ക് തോന്നുകയും ചെയ്യും, ശരിയാണല്ലോ, സ്പീഡിൽ എത്തുമല്ലോ എന്നൊക്കെ തോന്നുകയും ചെയ്യും. ഇതെങ്ങനെയായിരിക്കും കേരളത്തിന്റെ ഭൂപ്രകൃതിയെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ഭാവിയിൽ നിന്ന് തോന്നുന്നത്? ഞാനിത് നമ്മുടെ NH ഞാൻ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇല്ലേ, ഒരു വാല്യുവേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കേരളയിൽ നിന്ന് തുടങ്ങണം. സിൽവർ ലൈൻ, സിൽവർ ലൈൻ എങ്ങനെയാണ് ഡിസൈനിൽ? സിൽവർ ലൈനിൽ 2-3 മേജർ ഇഷ്യൂസ് ഉണ്ട് ഡിസൈനിൽ. ഇനി ആൾക്കാരൊക്കെ പറയാം വികസന വിരോധമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ രാജ്യം പുരോഗതിക്കെതിരാണെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിടും. ഇത് ടെക്നിക്കലി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തത് അത് അങ്ങനെ ഒരു സൗണ്ട് ടെക്നിക്കൽ ക്വസ്റ്റ്യനിങ് ആയിരുന്നു. അതിനകത്ത് ഒന്ന് എംബാങ്ക്മെന്റ് ആണ്, ഓൾമോസ്റ്റ് 60%+. പിന്നെ ഈ ഹൈ റൈസിൽ കെട്ടി അടച്ചിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് 80% അങ്ങനെയായിരുന്നു. അപ്പോൾ എംബാങ്ക്മെന്റിൽ ഇത് പണിഞ്ഞു കഴിയുമ്പോൾ, അതും എത്രയോ മീറ്റർ, 5-10 മീറ്റർ പൊക്കത്തിന് എന്നൊക്കെ പണിഞ്ഞു കഴിയുമ്പോൾ കേരളത്തിന് വെള്ളത്തിന്, അത് മാത്രമല്ല ഈ റെയിൽ പോലെ ഹൈ സ്പീഡ് റെയിൽ പോകുമ്പോൾ നല്ല കമ്പാക്ഷനും വേണം. അപ്പോൾ അവർ സൈഡിലൊക്കെ ഈ മറ്റേ ഈ മതിലുണ്ടല്ലോ, പൈലിംഗ്, മറ്റേ ഈ പില്ലർ പൈലിംഗ് അല്ല, ലിറ്ററലി ഷീറ്റ് പൈലിംഗ് ആണ്. മതിൽ പോലെയാണ് പൈൽ ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ എന്തുമാത്രം അപ്പോൾ സബ് സർഫേസ് വാട്ടർ അടഞ്ഞു പോകും. അപ്പോൾ വെള്ളത്തിന്റെ ഫ്ലോയെ സമ്പൂർണ്ണമായും തടയുന്ന രീതിയിൽ. എന്നിട്ട് ഒരു കാര്യം 500 കിലോമീറ്ററിലൊരിക്കൽ അല്ല 500 മീറ്ററിലൊരിക്കൽ കൾവേർട്സ് ഒക്കെ വയ്ക്കുന്ന, വെള്ളം ഒഴുക പോകാനുള്ള സ്ഥലമൊക്കെ വയ്ക്കുമെന്ന്, അടി കൂടെ ബ്രിഡ്ജൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ വെള്ളം ഒഴുകുന്നത് ഈ പറഞ്ഞ പുഴയിലൂടെയും വയലിലൂടെയും അല്ലെങ്കിൽ മറ്റേ തോടുകളിലൂടെയും മാത്രമല്ല, സർഫേസും സബ് സർഫേസും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചില സ്ഥലത്ത് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോഴില്ലേ, ഈ വെള്ളം ഇവിടുന്ന് വന്നിട്ട് പൊങ്ങുന്നത് മാത്രമല്ല, അടിയിൽ നിന്നുമുള്ള ഒരു കാപ്പിലറി എഫക്ട് കൂടെയാണ്. അതുകൊണ്ടാണ് ഈ താരാത്തത്. മൊത്തം വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സാച്ചുറേറ്റഡ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇതൊന്ന് തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ കിഴക്ക് വശത്ത്, തടയുന്നതിന്റെ കിഴക്ക് വശത്ത് എന്തുണ്ടാവും എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. അതാണ് നമ്മൾ റേസ് ചെയ്ത ഒരു മേജർ ഇഷ്യൂ. അത് നമ്മൾ മാത്രമല്ല, അതിന്റെ കേരളിന്റെ സിൽവർ ലൈൻ പ്രോജക്റ്റിന്റെ വളരെ ശുഷ്കമായിട്ട് നടന്നിട്ടുള്ള എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ വരെ ഈ 164 ഹൈഡ്രോളജിക്കൽ സോൺസിനെ ഇത് കട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഫ്ലഡിങ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ എവരി 3 കിലോമീറ്റർ യു ക്യാൻ എക്സ്പെക്ട് ഫ്ലഡിങ് സിറ്റുവേഷൻ. അതാണ്. പക്ഷെ NH വന്നു കഴിയുമ്പോൾ മാത്രമല്ല, അതിനകത്ത് NH വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊന്നും അറിയാത്തതെന്നറിയാമോ, ഇതൊരു ഒറ്റ പ്രോജക്റ്റ് ആയിരുന്നില്ല. ഒറ്റ പ്രോജക്ട് 100 കിലോമീറ്ററിന് മുകളിലുള്ള പ്രോജക്ട് DIA വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എന്നും ക്യുമുലേറ്റീവ് വേണമായിരുന്നു. പക്ഷെ ദാറ്റ് കെയിം ടു ലേറ്റ്. അത് എനിക്ക് തോന്നുന്നത് നോബൽ പൈക്കടയുടെ ഒക്കെ കേസിന്റെ ഒക്കെ പുറത്താണ് അത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ NH ഇപ്പോൾ NH66 ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ് അതിനകത്തൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത്. മുറിച്ച് ചെയ്തു. ഓരോന്നും ഓരോ സെപ്പറേറ്റ് കോൺട്രാക്ട് ആണ്. അതും ഡിഫറെന്റ് കോൺട്രാക്ടേഴ്സ് ആണ്. അതിനുശേഷം അവർക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു. ഇപ്പോൾ 900 കോടി രൂപയുടെ അഡാനി കോൺട്രാക്ട് എടുത്തെങ്കിൽ അത് അടുത്ത കമ്പനിക്ക് 400 കോടി രൂപയ്ക്ക് 500 കോടി രൂപയുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ലാഭം അടിച്ചിട്ട് പോയി. എന്നിട്ട് ഇതെല്ലാം കൂടെ വളരെ മോശമായിട്ടുള്ള ഒരു പണിയും അവർ ചെയ്തു വെച്ചു. അതിനകത്ത് കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഉള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അതല്ല അവിടെ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എല്ലായിടത്തും നല്ല ശതമാനം ഈ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ബ്രിഡ്ജ് പണിഞ്ഞത് മൊത്തം എംബാങ്ക്മെന്റ് രീതിയിലാണ്. മണ്ണിട്ട് കോമ്പാക്ട് ചെയ്ത് ഇടിച്ച് അതിന് മൊത്തം ഈ സൈഡിൽ വാള് പോലെ കെട്ടി അങ്ങനെ. അതാണ് പലയിടത്തും ഇടിഞ്ഞ് ബൾജ് ചെയ്ത് പോകുന്നത്. കാരണം ഇത് വന്ന് ഇരിക്കാൻ പോകും. ഇത് മഴ പെയ്ത് കഴിയുമ്പോൾ ഇത് ചതുപ്പിലൊക്കെ ആണെങ്കിൽ ഇരിക്കും. അപ്പോൾ വയലുകളുടെ മുകളിൽ ചെയ്യുന്നതെല്ലാം ഈ പ്രശ്നമായി. അതിനകത്ത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ലാത്ത ഒരു അവസ്ഥ. അല്ല അത് NH അടുത്തും പറയാം, ഗവൺമെന്റിന് പറയാം. പക്ഷെ അന്ന് ഓർമ്മയുണ്ട്, ഈ ഒരു ഇതുപോലൊരു NH ബൈപ്പാസ് ചെയ്യാനാണ് ആ കീഴാറ്റൂരിലെ സമരം നടന്നത്. അപ്പോൾ അത് വയലാണ്, ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലെ വയലാണ്. ആ വയലിൽ തന്നെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ആ വലിയ സമരം അതിമനോഹരമായ വയലാണ്. എന്നിട്ട് അത് ആ വലിയ സമരം ഉണ്ടാവുകയും ആ സമരം പൊളിച്ചെടുക്കുകയും. അപ്പോൾ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഒരു ആക്ച്വലി ഒരു വികസന ഭീകരത എന്നൊക്കെ ഞാൻ പറയേണ്ടി വരും അതിനെ വിളിക്കുമ്പോൾ. തിരിച്ച് നമ്മൾ കൗണ്ടർ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. എന്നാലും അങ്ങനെ വിളിക്കേണ്ടി വരും. വേറെ ഒന്നും കൊണ്ടല്ല. അവസാനമായപ്പോഴത്തേക്കും ഞാൻ പലയിടത്തും സംസാരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, എനിക്ക് ഇവരുടെ ഇച്ഛാശക്തിയാണ് പേടിയുന്നത്. ഇത്ര ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ നാടിനെ നശിപ്പിച്ച് കൈ തരും. അതായി ആക്ച്വലി.
അപ്പോൾ കീഴാറ്റൂരിൽ നിങ്ങളുടെ സമരം കണ്ടോ? മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അത്. ദാറ്റ് വാസ് ദ ഡിസ്ട്രക്റ്റീവ് തിങ്. കീഴാറ്റൂരിൽ നിന്ന് കെട്ടി, വയൽ നികത്തി കെട്ടി. ആ വയലിൽ നിറയെ വെള്ളമാണ്, ബൈപ്പാസിൽ നിറയെ വെള്ളം. എല്ലാ മഴയ്ക്കും ഈ പുഴ പോലെയാണ് ബൈപ്പാസ് മുകളിൽ. അത്ര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. ഇത് വേണമെങ്കിൽ പില്ലറിലങ്ങ് ചെയ്യാമായിരുന്നു, മൊത്തം പില്ലറിലങ്ങ് ചെയ്യാറ്, ഗ്രേഡിയൻ്റ് ഒക്കെ നോക്കിയിട്ട് പില്ലറിൽ ചെയ്യാറ്. കേരളത്തിലെ എല്ലാ ഈ ഹോൾ പൊക്കേണ്ട സ്ഥലത്തെല്ലാം പില്ലറിൽ ചെയ്യാമായിരുന്നു. ചെയ്യാത്തതൊന്നും അല്ലല്ലോ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ പില്ലറിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാമായിരുന്നു, അത് ചെയ്തില്ല. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബോധം ഗവൺമെന്റിനും ഇല്ലായിരുന്നു. NHAIക്ക് ആ ഡിസൈൻ മൊത്തം പുറത്തുള്ള ഡിസൈനാണ്, കേരളത്തിന് അനുയോജ്യമായ ഡിസൈനേ അല്ല. പക്ഷേ സ്റ്റേറ്റിനും ഇല്ലായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ഇത് എന്ത് ചെയ്യുമ്പോഴും ഒരു പുതിയ റോഡിൽ കൂടെ പെയിന്റ് ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നടന്ന് കണ്ടോ എന്നാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അതിന് മാത്രം അങ്ങ് രമിച്ച് കളഞ്ഞവർ. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് എ ടെക്നിക്കലി സൗണ്ട് അപ്രോച്ച് അറ്റ് ഓൾ, നെയ്തർ വാസ് ഇറ്റ് ആൻ എൻവയോൺമെന്റലിസം. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പറയട്ടെ, കേരളത്തിൽ നല്ല ശതമാനം ഈ NHന്റെ സൈഡ്സിൽ കിഴക്ക് വശത്ത് മുഴുവൻ വെള്ളം കണ്ടു. ആലപ്പുഴയിൽ ഞാൻ പോയി കണ്ടു. നല്ല മഴ പെയ്താൽ കുറഞ്ഞത് 800 വീട്ടുകാർ വെള്ളത്തിനടിയിലാണ്. ഫോർ നോ ഗുഡ് റീസൺ, ഒരു കാരണവുമില്ല, ജസ്റ്റ് NH. ചവറയിൽ ഇത് ഞാൻ ആദ്യമായി പറയാൻ തുടങ്ങി ഇപ്പോഴ്. അത് ഇവിടുന്ന് കഴക്കൂട്ടത്ത് നിന്ന് നമ്മൾ തുടങ്ങിയിട്ടാണ് അത് പറയുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് മരങ്ങളുടെ ഇവാലുവേഷൻ പോയിട്ടാണ് ശങ്കർജിയും ഞാനും കൂടെ ഇതവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് എനിക്കിത് തോന്നിയിട്ട് ഞാൻ പറയുന്നത്, ഇത് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടുകൊണ്ടിരുന്നു. ടെക്നോ പാർക്കിന് മുമ്പ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അന്ന് നാട്ടുകാരെല്ലാം കൂടെ നമ്മളെ വന്ന് വല്ലാതെ കയ്യേറ്റമൊക്കെ ചെയ്യാൻ നോക്കി. അപ്പോൾ ശങ്കർ നമ്മളങ്ങ് അവിടെ നിന്ന് വിട്ടു. MLA ഒക്കെ വന്നിരുന്നു അവിടുത്തെ, നമ്മുടെ ഉടക്ക് ഇങ്ങനെ പറ്റില്ല. നമ്മളിത് ചലഞ്ചൊന്നും ചെയ്തില്ല, പണിയൊന്നും നിർത്തിക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇത് ശ്രദ്ധിക്കണം മാത്രം പറഞ്ഞു. എല്ലാ മഴയ്ക്കും ടെക്നോ പാർക്ക് വെള്ളത്തിലാണ്, യൂണിവേഴ്സിറ്റി ഗ്ലോബിലടക്കം എല്ലാം വെള്ളത്തിലാണ്. എല്ലാ മഴയ്ക്കും പള്ളിപ്പുറത്ത് കെട്ടിയേക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വെള്ളത്തിലാണ്, നാട്ടുകാരും വെള്ളത്തിലാണ്. അതൊക്കെ വയലാണ്. ഇത് കേരളത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള എല്ലാ പ്രദേശത്തും ഇത് സംഭവിക്കും. അപ്പോൾ വയൽ മാത്രമല്ല വീഴുന്നത്, വയൽ ഇരുന്ന് പോകുന്ന കണ്ടീഷനല്ല. അവിടെയൊക്കെ പില്ലറാക്കി കഴിഞ്ഞാൽ അതങ്ങ് മാറും, സമ്മതിച്ചു. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ചെയ്തതിൽ ഈ ഫ്ലഡിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. കാരണം ഹൈഡ്രോളജിക്കൽ ഒരു സോൺസിനെ ഇങ്ങനെ ഒഴുകി വരുന്ന സാധനത്തിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടടുത്ത് നോൺ സീസണൽ ആയിട്ടുള്ള തോടുകളുണ്ടായിരുന്നു. ഒരു പണിയെ നോക്കുമ്പോഴത്തേക്കും മഴയൊന്നുമില്ല, അടച്ചു. അവിടെ മുഴുവൻ വെള്ളക്കെട്ടുകയാണ്. കാരണം അത് ഒഴുകി പോകണം ഇപ്പുറത്തോട്ട്. ഇറ്റ്സ് ലൈക്ക് എ വാൾ ബിൽറ്റ് അക്രോസ് ദ സ്റ്റേറ്റ്. അപ്പോൾ ഇതൊരു ഡിസ്ട്രക്റ്റീവ് പ്രശ്നമാണ്. രണ്ടാമത്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയിൽ തന്നെ വെള്ളം മുഴുവനും, ഈ മുകളിലുള്ള വെള്ളം മുഴുവനും മറ്റേ സർവീസ് റോഡിലോട്ട് ചാടും. അതിന് മര്യാദക്കുള്ള ഡ്രെയിനേജ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം സർവീസ് റോഡ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയാണ്. ചെറിയ സർവീസ് റോഡുകളും 2 വരി 7 മീറ്റേഴ്സ് എന്തായാലും ചെയ്യേണ്ടതാണ്. അതൊന്നും ഒരിടത്തും വന്നിട്ടുമില്ല. 2 വരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റണം, അങ്ങനെയല്ല ഓവർടേക്ക് ചെയ്യാൻ പറ്റണം. അത് പറ്റൂല. ചിലയിടത്ത് വണ്ടി നിർത്തിയാൽ നമ്മളെല്ലാവരും കിടക്കേണ്ടി വരും. ഏറ്റവും മോശമായ സർവീസ് റോഡ്, ഇടിഞ്ഞു പോകുന്ന തരത്തിൽ. സൈഡൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, സർവീസ് റോഡൊന്നും ഒന്നുമില്ല, യൂട്ടിലിറ്റി ഇല്ല, ഒന്നുമില്ല. ഇതിനകത്ത് എൻ്റെ ഒരു പോയിന്റിൽ വേറൊരു ഇഷ്യൂ കൂടെ ഉള്ളത്, ഇത് ഒരു എൻവയറമെന്റൽ കൺസേൺ, ഹൈഡ്രോളജിക്കൽ കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ ഇത് ഐ യൂസ് ദ വേർഡ് മൊബിലിറ്റി അപ്പാർത്തീഡ് എന്ന് പറഞ്ഞ സാധനം ഇത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. വൈ അത് കേരളത്തിൽ അത് ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. എല്ലാവരും ഉപയോഗിച്ചിരുന്ന NH ആണ്. നമുക്ക് വേറൊരു റോഡും ഇല്ല, ഇങ്ങനെ ഒരു സ്ട്രെച്ചുള്ള. ഈ എല്ലാവരും ഉപയോഗിച്ചിരുന്ന NHനെ ആക്സസ് കൺട്രോൾ ആക്കി മാറ്റി. വലിയ കാറുകൾ, ലോറി, ലോങ് ഡിസ്റ്റൻസ് ബസ്സസ് കഴിഞ്ഞു. ഇത് 3 പോകാൻ പറ്റുള്ളൂ. 4 വീലേഴ്സ്, ലോങ് ഡിസ്റ്റൻസ് ബസ്. ഷോർട്ട് ഡിസ്റ്റൻസ് ബസ്സിന് പറ്റൂല, അതും സർവീസ് റോഡിൽ കൂടെ പോകണം. കാരണം സ്റ്റോപ്പില്ല, ഒന്നിലും സ്റ്റോപ്പില്ല, ഒന്നുമില്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഊന്ന് പോയിക്കൊണ്ടിരിക്കണം. കാസർഗോഡ് എത്തുമ്പോൾ 1500, 1600 രൂപ ടോൾ കൊടുക്കേണ്ടി. ദിസ് ഇസ് വാട്ട് ദേ ഹാവ് ഡൺ. ഇത് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക് ഇസ്, ഇതെങ്ങനെയാണ് ഒരു ജനകീയ സർക്കാരായ കേരളത്തിലും സബ്കെ സാത്ത് സബ്കെ വികാസ് NH കേന്ദ്രം കൂടെ ഇത് എങ്ങനെ ചെയ്തെടുത്തത്? ഇത് ഏത് സബ്കെ സാത്ത്, ആർക്ക് വേണ്ടിയുള്ള, ഏതാണ് അവരുടെ ജനം എന്നുള്ളതാണ്. അതെ, ഈ സബ്കെ സാത്ത്, ഈ സബ് ആര്, ഹൂ ഇസ് ദാറ്റ് സബ്? വേറെ ലിമിറ്റ്. സോ ദിസ് ഇസ് ലിറ്ററലി മൊബിലിറ്റി അപ്പാർത്തൈഡ് ഇംപ്ലിമെന്റഡ് ഇൻ എ കോട്ട് ആൻഡ് കോട്ട് ലെഫ്റ്റിസ്റ്റ് സ്റ്റേറ്റ്. കാരണം PD സതീശൻ അടക്കം പറയുന്നുണ്ടല്ലോ, ഞങ്ങളും ലെഫ്റ്റിസ്റ്റ് ആണ് എവറിവെയർ. അപ്പോൾ ഒരു ലെഫ്റ്റിസ്റ്റ് സ്റ്റേറ്റിൽ ഇത് എങ്ങനെ നടപ്പാക്കാൻ പറ്റും? വേർ ഓൾ ഓഫ് അസ്. ഒരു പരിധി വരെ ഐ ബ്ലെയിം
myself and all of us also for this. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് നമ്മുടെ കണ്ണിൽ നിന്ന് പോയി. അല്ല, അതിനകത്ത് ഇത് പറ്റിപ്പോയി. ഈ ആളുകളുടെ സമരങ്ങളെ ഒരു വിമത ശബ്ദം പോലും ഇല്ലാതെയാണല്ലോ കാശ് കൊടുത്തു. NHന്റെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേയുടെ ഇത് അക്വിസിഷൻ, ലാൻഡ് അക്വിസിഷൻ ഗംഭീരമാണ്, കാശ് കൊടുത്ത് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു സംഭവം കേരളത്തിൽ ചെയ്യുമ്പോൾ, കേരളത്തിൽ ഈ പ്രത്യേകിച്ച് നോർത്ത് സൗത്ത് റോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് വാട്ടർ ഫ്ലോയിനെ കട്ട് ചെയ്യുന്ന തരത്തിലുള്ള എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുമ്പോഴും ഈ ഇഷ്യൂ വളരെ സ്റ്റാർക്കാണ്. ദിസ് ഇസ് ഓൾറെഡി ഹാപ്പൻഡ്. എന്താണ് പരിഹാരം വഴി എന്നുള്ളത് ചോദിച്ചല്ലോ. The whole of the national highway has to be audited. Audited ഈ മറ്റേ ഫൈനാൻഷ്യൽ ഓഡിറ്റിംഗ് അല്ല, ഒരു എൻവയൺമെന്റും ക്ലൈമറ്റ് റെസിലിയൻസിന്റെയും ഓഡിറ്റിംഗ്, എൻവയൺമെന്റൽ ഫ്ലോയിന്റെയും ക്ലൈമറ്റ് റെസിലിയൻസിന്റെയും വാട്ടർ അടക്കമുള്ള ഓഡിറ്റിംഗ് ചെയ്യണം. അതിൻ്റെ കൂടെ ആൾക്കാരുടെ യൂട്ടിലിറ്റി ബേസ് ചെയ്തിട്ട് ഓഡിറ്റ് ചെയ്യണം. കാരണം ഇപ്പുറത്തുള്ള താമസിക്കുന്നവന് ഇപ്പുറത്ത് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ഓഡിറ്റ് ചെയ്യപ്പെടണം. അത് സോൾവ് ചെയ്യാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കണം. അത് സർവീസ് റോഡ് വലുതാക്കലാണോ, കൂടുതൽ അക്വിസിഷൻ ചെയ്തിട്ട് സർവീസ് റോഡ് വലുതാക്കലാണോ, അടുത്ത ചിലപ്പോൾ ഒരു 10,000 കോടി കൂടെ വേണ്ടി വരുമായിരിക്കും, ചെയ്യണം. കാരണം ഈ റോഡ് യൂട്ടിലിറ്റിയിലേക്ക് മാറണമെങ്കിൽ ഹൈ സ്പീഡുകാർ മുകളിൽ കാശ് കൊടുത്തിട്ട് പൂന്ന് പോയിക്കോട്ടെ, സാധാരണക്കാരന് പോകാനുള്ള നല്ല റോഡ് കിട്ടിയേ പറ്റൂ. അതായിരിക്കണം കേരളത്തിന് ആ NHുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഇന്റർവെൻഷൻ. അതിനായിരിക്കണം ഇനി സമരങ്ങൾ. അതൊന്ന്. രണ്ട്, ഈ മറ്റേ ഓഡിറ്റിംഗ്, ഹൈഡ്രോളജിക്കൽ വാട്ടർ എൻവയൺമെന്റൽ ഓഡിറ്റിങ്ങും ക്ലൈമറ്റ് ഒരു റെസിലിയൻസ് ഓഡിറ്റിംഗ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്തുമാത്രമാണ് ഇത് ഓപ്പൺ അപ്പ് ചെയ്യേണ്ടത്, എവിടെ വാട്ടർ ഫ്ലോ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതെല്ലാം രണ്ടാമത് ചിലപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ടി വരും. എംബാങ്ക്മെന്റ് ചെയ്ത സ്ഥലത്തെല്ലാം മാറ്റിയിട്ട് പില്ലർ ചെയ്യണമെങ്കിൽ അത് തിരിച്ച് പില്ലർ ചെയ്യണം ശാശ്വതമായിട്ട്. അല്ലാതെ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോങ് ടേമിൽ വലിയ ദുരന്തമാണ്. ഇതൊരു സ്റ്റാൻഡിങ് ദുരന്തം, ചെറിയ ദുരന്തമല്ല. അതായത് നമുക്ക് പ്രളയം പോലത്തെ ഒരു മഴ വന്നാൽ വലിയ ദുരന്തമായിരിക്കും, ഒരു രക്ഷയില്ല.